ഇപ്പോൾ കൂടുതലും +2 കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ വരുന്ന ഏറ്റവും വലിയൊരു ഡൗട്ടായിരിക്കും, ഇനി ഈ ഒരു 4 വർഷത്തെ കോഴ്സ് ആകുമ്പോൾ, മുന്നേ നമുക്ക് ഡിഗ്രി PG അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു, അപ്പൊ ഇനി ഓണേഴ്സ് ആവുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പം MG യൂണിവേഴ്സിറ്റിന്റെ സിലബസ് ഉണ്ട്, സൈക്കോളജിന്റെ മാത്രം സിലബസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരേ സമയം സന്തോഷവും തോന്നി, എന്നാൽ ഇതെന്താണ് ഇങ്ങനെ എന്നും തോന്നി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ആദ്യത്തെ വർഷത്തെ സിലബസ് എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന സൈക്കോളജി സെയ്സ് എന്ന് പറഞ്ഞൊക്കെ വരുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിന് വേണ്ടുന്ന കണ്ടന്റ് എന്താണോ അതുപോലത്തെ സാധനങ്ങളായിട്ടാണ് എനിക്ക് കൂടുതലും തോന്നിയത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സെമസ്റ്റർ 1 3 പേപ്പേഴ്സ് വരുന്നത്, 1 സൈക്കോളജി ഫോർ പേഴ്സണൽ ഗ്രോത്ത്, 2 കമ്മ്യൂണിക്കേറ്റ് വിത്ത് കോൺഫിഡൻസ്, ദെൻ സൈക്കോളജി ഓഫ് സ്പോർട്സ് ആൻഡ് എക്സസൈസ്. സെമസ്റ്റർ 2 വരുമ്പോഴത്തേക്കും സൈക്കോളജി ആസ് എ പ്രൊഫഷൻ, സൈക്കോളജി ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്, സൈക്കോളജി ഓഫ് അഡ്വർടൈസ്മെന്റ്, ഇതൊക്കെയാണ്. അപ്പം ഇതെല്ലാം നമുക്ക് ഇത്രയും നാളും നമ്മളങ്ങനെ സിലബസ് പരമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല, എക്സ്റ്റേണലി അറിയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു സിലബസ് ഇങ്ങനെ കൊണ്ടുവന്നതിന്റെ ഒരു പ്രധാന ആശയം എന്ന് പറഞ്ഞാൽ, ഏത് ഫീൽഡ് ഓഫ് എന്താ പറയുക, ഇപ്പം +1 +2 നിങ്ങൾ ഏത് തന്നെ സബ്ജക്ട് എടുത്താലും, അതായത് ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഒന്നും ഒരു പ്രശ്നവും ഇല്ലാതെ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സിലബസ് അല്ലെങ്കിൽ ഈ ഒരു കരിക്കുലം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് 3rd സെമസ്റ്ററിലേക്ക് എത്തുമ്പോഴേ നമ്മൾ ഫൗണ്ടേഷനിലേക്കൊക്കെ കടക്കുന്നുള്ളൂ, അതായത് ബേസിക് സൈക്കോളജി ഫൗണ്ടേഷൻസ് വരുന്നത് 3rd സെമസ്റ്ററിൽ എത്തുമ്പോഴാണ്, ഫിസിയോളജി എല്ലാം അപ്പോഴത്തേക്കാണ് എത്തുള്ളൂ. ഇതിന്റെ മറ്റൊരാശയം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പം ആക്ച്വലി സ്പീക്കിംഗ് നമുക്ക് 1 ഇയർ കഴിയുമ്പോൾ ക്വിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ കേരളത്തിലെ സിലബസിൽ അതിപ്പം MG ആണെങ്കിലും കേരള ആണെങ്കിലും കാലിക്കറ്റ് ആണെങ്കിലും ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ക്വിറ്റിംഗ് ഓപ്ഷൻ കൊടുക്കുന്നില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണമെങ്കിൽ സൈക്കോളജിയിലേക്ക് മാറാം. അപ്പം ആ ഒരു സ്വിച്ചിങ് കുറച്ചും കൂടെ സൈക്കോളജിയിലേക്ക് അട്രാക്ട് ചെയ്യത്തക്കതായിട്ടുള്ള രീതിയിലാണ് 3rd സെമസ്റ്റർ തൊട്ടുള്ള ഈ ഒരു സിലബസിന്റെ മാറ്റം വരുന്നത്. അപ്പൊ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻസ് ഓഫ് സൈക്കോളജി വരുന്നത്, ചൈൽഡ് ഡെവലപ്മെന്റ്, നമ്മുടെ ഫിസിയോളജി പേപ്പർ, പോസിറ്റീവ് സൈക്കോളജി, സൈക്കോളജി ഓഫ് വെൽബീയിങ് ഒക്കെ വരുന്നത്. പിന്നെ അങ്ങോട്ട് കാണുന്നതെല്ലാം ഇപ്പൊ നമ്മൾ 4th ഇയറിലേക്ക് എത്തുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു PG ഫസ്റ്റ് ഇയറിലുള്ള സിലബസുകൾ, അതായത് പേഴ്സണാലിറ്റീന്റെയും മോട്ടിവേഷന്റെയും ഒക്കെ തിയറീസ് ഒക്കെ വരുന്ന പേപ്പേഴ്സ്, ലേണിംഗ് അതിന്റെ ഒക്കെ പേപ്പേഴ്സ് ഒക്കെ നമ്മളുടെ ഒരു 7th or 8th സെമസ്റ്ററിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും വരുന്നുണ്ട്. അപ്പൊ ഇതിലൊരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നത്, എല്ലാ പേപ്പേഴ്സും പഠിക്കുന്നുണ്ട്. മുമ്പ് ചില നമ്മുടെ കാലിക്കറ്റുള്ള ചില സംഭവങ്ങൾ MGയിലില്ല, MGയിലുള്ളത് ചിലത് കേരളത്തിലില്ല, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹെൽത്ത് സൈക്കോളജി എന്ന് പറയുന്നത് മുന്നേ MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു പേപ്പറാണ്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കുണ്ടായിരുന്നത് ഓർഗനൈസേഷണൽ സൈക്കോളജി ആയിരുന്നു, അത് കാലിക്കറ്റിൽ ഓപ്ഷണൽ ആയിരുന്നു. ഇപ്പൊ പക്ഷെ എല്ലാ പേപ്പേഴ്സും ഉണ്ട്. കമ്മ്യൂണിറ്റി സൈക്കോളജി ഉണ്ട്, ഓർഗനൈസേഷണൽ ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, ഈ പറഞ്ഞ പോലെ അഡ്വർടൈസ്മെന്റ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു പേപ്പർ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ എല്ലാ ഡിസിപ്ലിൻസിൽ നിന്നുമുള്ള എല്ലാ സംഭവങ്ങളും തന്നെ ഇപ്പൊ സൈക്കോളജിയിൽ എവറിത്തിങ് ആൻഡ് എനിത്തിങ് ഇപ്പൊ സൈക്കോളജി പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴത്തെ സത്യം പറഞ്ഞ ഒരു സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് MG യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ട് എനിക്ക് അറിയാൻ പറ്റിയ ഒരു വാർത്ത എന്ന് പറയുന്നത്. മറ്റ് യൂണിവേഴ്സിറ്റികളുടെ പേപ്പേഴ്സ് എങ്ങനെയാണെന്നോ അതിന്റെ സിലബസ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ധാരണയില്ല. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് പ്രൊജക്റ്റും ഡിസർട്ടേഷനും ഒക്കെ വരുന്നുണ്ട്. അത് 2 സെമസ്റ്ററിലായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. സെമസ്റ്റർ 8 വരുന്നുണ്ട് പ്രൊജക്റ്റ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. സെമസ്റ്റർ 5 4 എന്തോ ഒരു ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇനിയിപ്പം പുതിയൊരു എക്സ്പെരിമെന്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ ഇനി പഠിച്ചു വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കമ്മ്യൂണിറ്റി സൈക്കോളജി ഒക്കെ പലയിടത്തും ഇപ്പൊ ആഡ് ഓൺ ആയിട്ട് കൊടുക്കുന്നതാണെങ്കിൽ അതിപ്പോ ഈ സിലബസിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങളെല്ലാം നല്ലതിനാവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റ് യൂണിവേഴ്സിറ്റീസിലെ പേപ്പേഴ്സിനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ധാരണ കിട്ടിയാൽ നമുക്ക് അതും ഡിസ്കസ് ചെയ്യാം. സോ ഓൾറെഡി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ സൈക്കോളജി പഠിക്കാനായിട്ട് താല്പര്യപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാ പിള്ളേർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ തന്നെ എല്ലാ മേഖലകളെ പറ്റിയിട്ടും ഒരു അറിവ് ഉണ്ടാകട്ടെ, ഇൻക്ലൂഡിങ് ഫോറൻസിക് സൈക്കോളജി വരെ ഉണ്ട് കേട്ടോ ഇപ്പം. അപ്പോൾ ഇതെല്ലാം നമുക്കൊരറിവ്, ആ ഒരു ഫൗണ്ടേഷൻസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ. സോ വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാ സൈക്കോളജി സ്റ്റുഡൻസിനും. താങ്ക് യു.